ഒരു മരുമോൻ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മരുമോൻ നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള ഒരുതരം ഗൂഢനീക്കമായിട്ട് ഇതിനെ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഈ ഏതെങ്കിലും നേതാക്കളുടെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരാളുടെ ഇതിനെ കൊണ്ട് അതിൻ്റെ പിന്നിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് ഇതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അണ്ടർ കറൻസ് വളരെ ശക്തമാണ് അവിടെ. മറ്റ് പല തെരഞ്ഞെടുപ്പിൽ നമുക്ക് പലതും പ്രവചിക്കാനോ അല്ലെങ്കിൽ സാധ്യതകൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം നമസ്കാരം. നിലപാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിലപാടിൽ നമ്മളോടൊപ്പം ഉള്ളത് NCPയുടെ ദേശീയ സെക്രട്ടറിയും കേരള സംസ്ഥാന പ്രസിഡന്റുമായ NA മുഹമ്മദ് കുട്ടിയാണ്. നമസ്കാരം സർ. നമസ്കാരം. നിലപാട് ചർച്ച ചെയ്യുന്നത് ഓരോ ആഴ്ചയിലെയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് കത്തിക്കാളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വർഗീയതയും മൂല്യച്യുതിയുമെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണമാണ്. ഈ ഗോവിന്ദൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോഴും ഒരു അനിവാര്യ ഘട്ടം വന്നപ്പോഴാണ് ഞങ്ങൾ RSSുമായി സഹകരിച്ചതെന്നും ഇനിയൊരു അനിവാര്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരു അനിവാര്യ ഘട്ടം, ആ അനിവാര്യ ഘട്ടം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കല്ല, CPMന് മാത്രം ഒരു അനിവാര്യ ഘട്ടം എന്ന ബോധ്യമുണ്ടായാൽ മാത്രം ഇനിയും RSSുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരില്ലേ? അല്ല, അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അനിവാര്യ ഘട്ടങ്ങൾ എപ്പോൾ വരുമ്പോഴും ഞാൻ കഴിഞ്ഞതിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ ഇലക്ഷൻ വരുമ്പോൾ CPM ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നുള്ളതിൽ ഉറച്ചു നിന്നിട്ടൊന്നല്ല. അവിടെ ജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയുക, എന്നിട്ട് എങ്ങനെയും ജയിക്കാം. അതിൽ പലരുമായിട്ട് കൂട്ടുകൂടിയുണ്ട് പണ്ട് കാലങ്ങളിൽ. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയിട്ട് ഈ ഇലക്ഷന് അവർ മത്സരിച്ചിട്ടുണ്ട്, അവർ വോട്ട് വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ദുരൂഹതകളുണ്ട്. കാരണം ഇപ്പോൾ ഇത് ഈ CPMനകത്ത് തന്നെ ഉള്ള പ്രശ്നങ്ങളാണ് ഈ തുറന്നു കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗോവിന്ദമാഷ്ക്ക് അവിടെ CPM തോൽക്കണമെന്നുണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ ഈ ഫൈനൽ സ്റ്റേജിൽ ആരും ചോദിക്കാതെ തന്നെ അദ്ദേഹം RSSുമായിട്ട് ഞങ്ങൾ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് അത് തിരുത്തിയിട്ട് അന്നത്തെ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ജനസംഘമായിട്ടാണ് RSS ആയിട്ടല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് തന്നെയാണ് സ്വരാജും പറയുന്ന അതേ തരത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നയിക്കും എന്നുള്ളത് നമ്മളിത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. ഒരു സ്വകാര്യ വലതുപക്ഷ അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊരു ചാനലുമായിട്ടുള്ള അതിൻ്റെ അവതാരകനുമായിട്ടുള്ള സംസാര മധ്യയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ശരിക്കും ഈ പുറം ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ CPMനകത്തെ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് ബോധപൂർവമായ പലരും പറയുന്ന പോലെ ഇപ്പോൾ PV അൻവറിൻ്റെ അതേ ഭാഷ നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ ഒരു മരുമോൻ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ മരുമോൻ നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള ഒരുതരം ഗൂഢനീക്കമായിട്ട് ഇതിനെ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, CPMൻ്റെ അകത്ത് തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ. കാരണം ഇപ്പോൾ ഈ ഗവൺമെൻറ് തുടർന്നാൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ ഗവൺമെൻറ് മാറി പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഈ പല മന്ത്രിമാർ തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആശയവിനിമയത്തിലും അവരുടെ സംഭാഷണങ്ങളിലൊക്കെ അത് പുറത്ത് വന്നിട്ടുള്ളതാണ്. അത് പരസ്യമായിട്ട് തന്നെ ചാനൽ ചർച്ചകളിൽ തന്നെ മറ്റ് പലരും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ
ഈ ഏതെങ്കിലും നേതാക്കളുടെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരാളുടെ ഇതിനെ കൊണ്ട് അതിൻ്റെ പിന്നിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് ഇതിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് പല നിലയ്ക്കും ഇനിയിപ്പോൾ മാറി മാറി വരാം. ഈ പറയുന്ന ഇൻറ്റേർണൽ ഫൈറ്റ്സിൻ്റെ പലതും ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോഴേ നമുക്കറിയുള്ളൂ. BDJSന് കൊടുത്ത ഒരു സീറ്റ് പോലെയായിരുന്നു NDAയിലും നിലമ്പൂരിലെ സീറ്റ്. പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ്റെ മേളിൽ ചില ബാഹ്യസമ്മർദ്ദവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലെല്ലാം വന്നു കഴിഞ്ഞു. അതിനിടയിൽ വലിയ തോതിലുള്ളൊരു ചർച്ച വന്നു. കാരണം NDA അല്ലെങ്കിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൻ്റെ കാരണം CPMുമായിട്ട് LDFുമായിട്ട് ഒരു വോട്ട് കച്ചവടം നടത്താനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ചർച്ചകളെല്ലാം വന്നു കഴിഞ്ഞു. പുതിയ MP ഗോവിന്ദൻ്റെ ഈ പ്രസ്താവന വന്നു കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ക്രിസ്ത്യൻ പേരുകാരനായ ഒരു സ്ഥാനാർത്ഥിയും അവിടെ നിയോഗിക്കുന്നു. അപ്പോൾ MP ഗോവിന്ദൻ്റെ അവസാന നിമിഷത്തിലെ ഈ പ്രസ്താവനയും BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ലായ്മയും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് വലിയൊരു വോട്ട് കച്ചവട, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളാണെങ്കിൽ ഇതൊരു പ്രായോഗികതയിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണല്ലോ അവിടെ കാണുന്നത്. ഇപ്പോൾ PV അൻവറിൻ്റെ രീതിയാണ്. PV അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും പലപ്പോഴും പല മുന്നണികൾക്കും ക്ഷീണത്തിലേക്കും വരാം. ഈ രണ്ട് കാര്യത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു വോട്ട് കച്ചവടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉരുത്തിരിയാനുള്ള സാഹചര്യമില്ലേ? അണ്ടർ കറൻസ് വളരെ ശക്തമാണ് അവിടെ. ഇപ്പോൾ മറ്റ് പല തെരഞ്ഞെടുപ്പിൽ നമുക്ക് പലതും പ്രവചിക്കാനോ അല്ലെങ്കിൽ സാധ്യതകൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നിലമ്പൂരിൽ അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം അൻവർ എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവിടെ മറ്റ് രണ്ട് പാർട്ടികളുടെ ജയപരാജയങ്ങൾ വരുന്നത്, ഒരു സംശയം വേണ്ട. പിന്നെ BJPയുടെ ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വോട്ട് കച്ചവടത്തിലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നശിപ്പിക്കാനായിട്ടുള്ള, അതായത് ഒരു മോശമാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പ്രഷേഴ്സ് വന്നപ്പോൾ ആദ്യം മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നീട് അദ്ദേഹം നിർബന്ധപൂർവ്വം ഇത്തരത്തിൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. അയാൾ മുൻപ് BJPയുടെയോ അല്ലെങ്കിൽ BDJSൻ്റെയോ ഒന്നും മെമ്പറല്ല. ഒരു ദിവസം പെട്ടെന്ന് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടിയുടെ പ്രവർത്തകന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മയും വോട്ടിനുള്ള പരിശ്രമം ഉണ്ടായേനെ. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ ഇടയിൽ അൻവർ ചില സ്വാധീനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അൻവർ കൂടുതൽ വോട്ട് നേടിയാൽ അത് ഇതിലാരെ ബാധിക്കും എന്നതിനനുസരിച്ചിട്ടാണ് റിസൾട്ട് വരിക, വേറൊന്നും വേണ്ട. അൻവർ എങ്ങാനും ഒരു 2ാം സ്ഥാനത്തേക്ക് വന്നാൽ 3ാം സ്ഥാനത്ത് പോകുന്ന പാർട്ടിയുടെ കാര്യം വലിയ പ്രശ്നങ്ങളായിരിക്കും. അത് അൻവറിൻ്റെ ഉള്ളിലെ അടിയൊഴുക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ പലതവണ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ വലതുപക്ഷം വലിയ തോതിൽ, കോൺഗ്രസ് UDF പക്ഷം വലിയ തോതിൽ ഈ MP ഗോവിന്ദൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഹാലിളകി റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പ്രസ്താവനകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ശരിക്കും 1980-ലൊക്കെ രാജഗോപാലായിരുന്നു കാസർഗോഡ് നിന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മത്സരിച്ച സ്ഥാനാർത്ഥി. അതോടൊപ്പം തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LK അദ്വാനി അടക്കമുള്ളവർ ഇവിടെ പ്രചാരണത്തിനെത്തി. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ വലതുപക്ഷത്തെയും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൃത്തത്തിനകത്ത് ഈ കുളിമുറിയിൽ ഇവരെല്ലാം നഗ്നരാണ്. ഈ പറയുന്ന വിശുദ്ധരാകാനുള്ള ശ്രമം തികച്ചും ഒരു ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന, അല്ല വോട്ടർമാരെ പൊട്ടന്മാരാക്കുന്ന ഒരു സാഹചര്യമല്ലേ ശരിക്കും ഇവർക്കും ഉള്ളത്? അല്ല, ജനങ്ങളെ പൊട്ടന്മാരല്ല, ജനങ്ങളെ കഴുതകളാക്കാണ് സത്യത്തിൽ. കാരണം ആവശ്യാനുസരണം ഇവരൊക്കെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ പറഞ്ഞ കൂട്ടായ്മകളും തമ്മിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. പിന്നെ ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഞാൻ പരിശുദ്ധനാണ്, അതായത് നിങ്ങളാണ് തെറ്റുകാരനെന്ന് പറയേണ്ട ഒരു ഇത് ഈ രണ്ടു കൂട്ടർക്കും ഇല്ല. ഞാൻ നേരത്തെ തന്നെ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുള്ളതാണ് മുൻപ്. അപ്പോൾ ഓരോ ഒരു എലക്ഷൻ വരുമ്പോഴും അവിടെ വിജയമാണ് പ്രശ്നം. അപ്പോൾ ആ വിജയത്തിന് എന്തെല്ലാം ഫോമിലെടുക്കാൻ പറ്റും അതെല്ലാം ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം ശ്രമിക്കും. പക്ഷേ അതൊക്കെ അങ്ങനെ ശ്രമിക്കുമ്പോൾ നാളെ മറ്റൊരിതിലേക്ക് വരുമ്പോൾ തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പാർട്ടികളെല്ലാം എത്തിച്ചേരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് ഇവർക്ക് മറുപടി ഉണ്ടാവില്ല. അങ്ങനെ നേരത്തെ എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പറയാൻ പറ്റാതെ ഈ ഒളിഞ്ഞും തെളിഞ്ഞും മാറി നടക്കുന്നത്.
ഓക്കെ. ഇപ്പോൾ എം.വി. ഗോവിന്ദൻ്റെ അവസാനത്തെ പ്രസ്താവന ഇന്ന് നടത്തിയ ലാസ്റ്റ് വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ മൂന്നാം അധികാരത്തിലേക്കുള്ള മൂന്നാം മന്ത്രിസ്ഥാനത്തിലേക്കുള്ള മന്ത്രിസഭയിലേക്കുള്ള ചവിട്ടുപടിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിന് ഞങ്ങൾക്ക് യാതൊരുവിധ മടിയില്ല, ആ തെരഞ്ഞെടുപ്പിലും ഇവർ പാസ്സാകും എന്നാണ് എം.വി. ഗോവിന്ദൻ്റെ പ്രസ്താവന. ഈ ആത്മവിശ്വാസം പുറത്തേക്ക് സ്ഫുരിക്കുന്ന, ഉള്ളിൽ അത്ര ഉറപ്പില്ലെങ്കിലും പുറത്തേക്ക് പ്രയോഗിക്കുന്ന ഈ ആത്മവിശ്വാസം നിറഞ്ഞ പ്രസ്താവനയെ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? അല്ല, അതൊരു ഇലക്ഷൻ്റെ മുന്നിൽ ആത്മവിശ്വാസം കാണിക്കണമല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ സ്ഥാനാർത്ഥി എന്താ പറയുക, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ജയിച്ചു കയറും എന്ന്. എത്ര വോട്ട് കിട്ടുമെന്ന ചോദ്യത്തിന് സ്വരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടല്ല ജയമാണ് ആവശ്യം, അവിടെ വോട്ടിൻ്റെ എത്ര ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളതല്ല, അത് ജയമാണ്, അത് ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട എന്ന് അദ്ദേഹം പറയേണ്ട. ഒരു ചാനലുകാരൻ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യനെറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ജയത്തിന് വേണ്ടി എന്തെല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ കൊട്ടിക്കലാശത്തിൽ വന്ന ആളുകളൊക്കെ നിലമ്പൂരുകാരാണോ? അതായത് ആളെ കൂട്ടി ശക്തിയുണ്ടെന്ന് കാണിക്കുന്നതല്ലാതെ അതൊന്നും എല്ലാവരും നിലമ്പൂരുകാരല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ പല ശക്തി കാണിക്കുന്നു, പല ശക്തിയുണ്ടെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതൊരു ടാക്ടിക്സാണ്. ഇത് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാനായിട്ട് ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് അറിയിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് മാത്രം കരുതിയാൽ മതി ഇത്തരം കാര്യങ്ങളെല്ലാം. തീർച്ചയായും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഏതായാലും 19-ാം തീയതി നടക്കുകയാണ്. നാളെ ജനങ്ങളെല്ലാവരും ജനവിധി എഴുതുകയാണ്. അതിനു മുമ്പൊരു പ്രവചനം പറയുന്നത് ശരിയല്ല. കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ പല ജയപരാജയ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും 23-ാം തീയതി വരെ നമ്മൾക്ക് പ്രതീക്ഷയോടെ, ക്ഷമയോടെ കേരളത്തിലെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വളരെ കരുതലോടെ നമുക്കതിൻ്റെ ഫലത്തെ കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവരും വളരെ കൃത്യതയോടുകൂടി തന്നെ എല്ലാവരും അവരവരുടെ സംവിധാന അവകാശം, വോട്ടവകാശം വിനിയോഗിക്കണം. അത് നിങ്ങളുടെ ഓരോ കാലഘട്ടത്തിലേക്കുമുള്ള ആവശ്യകതയാണെന്നുള്ള ബോധ്യവും നിങ്ങൾക്ക് വരേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും നിലപാട് അടുത്ത വാരം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.